ഹലോ ഗായ്സ്, നമ്മളിപ്പോ പെരുവനം പൂരം കാണാൻ പോകട്ടെ. നമ്മുടെ വിശ്വപ്രസിദ്ധമായ പെരുവനം പൂരം, അതായത് ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായിട്ട് ശാസ്താ വടക്കം എഴുന്നള്ളുന്ന പെരുവനം പൂരം. നമുക്കൊന്നും കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അവിടെ തിരി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ബൈ. നമ്മളിവിടെ എത്തിയിട്ട് ഗൈസ് ഈ പൂരപ്പറമ്പിലാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന നടവഴിയിൽ ഇപ്പോൾ ആനകളിപ്പോൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറി പോകണം. ഏകദേശം ഒരു 10:15 മണി ഒക്കെ ആകുമ്പോഴേക്കും മുകളിലേക്ക് എത്തും. ഇത് പെരുവനം നടവഴിയിൽ ഇപ്പോൾ എഴുന്നള്ളിച്ച് നിൽക്കുന്നത് നമ്മുടെ ചാത്തക്കുട ശാസ്താവും അതുപോലെ തന്നെ പിഷാരക്കൽ ഭഗവതിയും കൂടി ഒരുമിച്ചുള്ള കൂട്ടെഴുന്നള്ളിപ്പാണ്. അടിപൊളിയായിട്ട് ഇപ്പോൾ അത് എഴുന്നള്ളിപ്പ് ഇത് പതികാലം തൊട്ട് ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പതികാലത്തിൻ്റെ ഒരു മുക്കാഭാഗം ഏകദേശമായിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലോണം മേളം മുറുകി നിൽക്കുന്നൊരു ലെവൽ തന്നെ, ആസ്വാദനത്തിന് അങ്ങേയറ്റം ഹൈപ്പോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പെരുവനം നടവഴിയിൽ ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് അത്രയധികം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിശ്വപ്രസിദ്ധമാണ് പെരുവനം നടവഴിയിലത്തെ നമ്മുടെ നടവഴി പഞ്ചാരി. ഏറ്റവും വിശ്വപ്രസിദ്ധമാണ്. അത്രയും ആൾക്കാർ ഇതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മേഖലയിൽ കൂടിയാണിത്. അത്രയധികം ഫാൻ ബേസ് ഉള്ളൊരു മേളം കൂടിയാണ് ഈ ഒരു പെരുവനം പൂരത്തിൻ്റെ പഞ്ചാരി മേളത്തിന് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അത്രയധികം തിങ്ങി നിറഞ്ഞിട്ട് തന്നെയാണ് രണ്ട് സൈഡുകളിലും ആൾക്കാരുള്ളത്. അതുപോലെ തന്നെ നടവഴിയിലാണെങ്കിലും അത്രയധികം തിങ്ങി നിറഞ്ഞിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. പതികാലത്തിൻ്റെ അങ്ങേയറ്റ കയ്പിൽ മുട്ടിച്ചത് ഇപ്പോൾ ദേ കാലം മാറിയിരിക്കുകയാണ്. രണ്ടാം കാലത്തിലേക്ക് കടന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇപ്പോൾ നിൽപ്പിന്ന് നമ്മുടെ ചാത്തക്കുട ശാസ്താവ് ഇപ്പോൾ കുറച്ച് മുമ്പോട്ട് എഴുന്നള്ളാണ്. കുറച്ചുകൂടി നീങ്ങിയിട്ട് ഇപ്പം ഈ ബാക്കിയുള്ള മേളങ്ങൾ നമുക്കിപ്പം ആസ്വദിക്കാൻ പറ്റും. ഒന്നാം കാലത്തിന് സമാനമായിട്ട് രണ്ടാം കാലവും നമുക്ക് അടിച്ച് കയറ്റി വെച്ചൊക്കെ കണ്ടോ. അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു മുഴുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ മേളം കേൾക്കുമ്പോൾ തന്നെ അത് കാണുന്നത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അത്രയധികം ആസ്വാദന ലഹരിയിൽ തന്നെയാണ് നാട്ടുകാരെല്ലാവരും, മേളക്കാരെല്ലാവരും, അതുപോലെ തന്നെ കാണാൻ വന്ന കാണികളെല്ലാവരും നിൽക്കുന്നത് കേട്ടോ. രണ്ടാം കാലം ഇപ്പോൾ കലാശാവാറായി, അതുപോലെ തന്നെ കാലം മാറാറായിട്ടുണ്ട്. അതുപോലെ അത്രയധികം നല്ലൊരു കയറിയിട്ടാണ് മേളം, അത്രയും കയറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ്. ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് നിന്നിട്ട് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, സ്വർഗാത്മകം തന്നെയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 5ാം കാലത്തിൻ്റെ ഒരു വരവുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അയ്യോ, എന്താണ് അവിടെ കാട്ടിയത് തന്നെ കാണാം നമുക്ക്. അയ്യോ, ഒരു രക്ഷയില്ല.
ചാത്തക്കുട ശാസ്താവിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു മേളം കൂടി നടക്കുന്നുണ്ട്. അവിടെ പാണ്ടിമേളത്തോട് കൂടിയിട്ടുള്ള അകമ്പടിയോട് കൂടിയിട്ടുള്ള മേളം നടക്കുന്നത്. അവിടുത്തെ മേളം അവസാനിച്ച് ഇപ്പോൾ ദേ അവിടെ നിന്ന് ഇങ്ങനെ അടിയിലോട്ട് ഭഗവാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നമുക്ക് അതിൻ്റെ ഒരു തിക്കും തിരക്ക് അവിടെ കാണാൻ പറ്റും, എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേട്ടോ. പഞ്ചാരി മേളത്തിൻ്റെ അടുത്ത കാലങ്ങളിലേക്കായിട്ട് കടന്നിട്ടുണ്ട്. 4ാം കാലത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ട് പോണേ. നമ്മൾ 3ാം കാലം നമ്മളതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ അതേ 4ാം കാലത്തിലേക്ക് കടന്നിട്ടുണ്ട്. തുടക്കമാണ് ഇപ്പോൾ. നല്ല അത്യാവശ്യം ഇമ്പത്തോട് തന്നെയാണ് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം തിക്കിലും തിരക്കിലും മേളാസ്വാദനത്തിൻ്റെ വേറൊരു പീക്ക് ലെവലാണിട്ടത് കാണണേ. ഇപ്പോൾ അത് ഓരോ പിരമിഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതേ കെട്ടി പറഞ്ഞ് വീഴുന്നുണ്ട്. എന്നിട്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഒരു വിശ്വാസം. വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല, അവർ സേഫായിട്ട് തന്നെ അടിയിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 4ാം കാലത്തിൻ്റെ അവസാന ഘട്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു പീക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കേൾക്കാൻ ഇമ്പമേറിയതും കാതിന് കൗതുകകരമായിട്ടുള്ള 5ാം കാലത്തിലേക്ക് ഇതേ കടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീൽ നമുക്കിപ്പോൾ വരും സെക്ഷനുകളിൽ നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം. അതിൻ്റെ ഒരു ഫീലും അതുപോലെ തന്നെ അതിൽ മുഴുകി നിൽക്കുന്ന ജനങ്ങളുടെ ഒരു ഫീലും നമുക്കത് കണ്ട് തന്നെ അറിയാം കേട്ടോ. ഈ കലാശത്തോട് കൂടിയിട്ട് 5ാം കാലത്തിൻ്റെ ഏറ്റവും ഭംഗിയേറിയൊരു ഭാഗത്തിലേക്ക് കിടക്കണം കേട്ടോ. കുഴമറയിൽ എന്ന് പറയും. കുഴമറയിൽ ഏറ്റവും അടിപൊളിയാണ് കേൾക്കാനായിട്ട്. അതിൻ്റെ ഒരു ഫീൽ തന്നെ അടിപൊളിയാണ്. അഞ്ചാം കാലത്തിൻ്റെ ഒരു ഹൈപ്പ് കയറിയ ഭാഗമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇമ്പം നോക്കിക്കൊള്ളണേ.
അങ്ങനെ നമ്മുടെ പെരുവനം പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാത്തക്കുട ശാസ്താവിൻ്റെ മേളം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതേ ചാത്തക്കുട ശാസ്താവിൻ്റെ പറ്റിയ ആന നമ്മുടെ കുട്ടങ്ങളൂർ അർജുനനാണ്. അപ്പം ഞങ്ങളും തിരിച്ച് നടക്കുകയാണ്. പൂരം കഴിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടിയിൽ താഴെത്തട്ടിൽ അവിടെ വേറെ പൂരങ്ങൾ എഴുന്നള്ളിപ്പ് വരുന്നുണ്ട്. അതായത് ചെറുപ്പ് ഭഗവതിയുടെ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ചെറുപ്പ് ഭഗവതിയുടെ ഇപ്പോൾ അപ്പുറത്ത് പഞ്ചായത്തോട് കൂടിയുള്ള വരവുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ അടിയിൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പൂരങ്ങൾ വരുന്നുണ്ട്. ആനകളൊക്കെ നെറ്റിപ്പട്ടം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള ഒരുക്കപ്പാടാണ്. നമ്മൾ പറഞ്ഞ മേളം അവിടെ മൂന്നാനകളുടെ അകമ്പടിയോട് കൂടിയിട്ട് മേളം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു മേളം വരവുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് തിരിച്ച്. Bye-bye. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.